MSc-യിലേക്കും വിഴിഞ്ഞത്തേക്കും വരും. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി MSc-യിൽ തന്നെയാണത്. അദാനിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എന്തു പറയും എന്നുള്ളത് ഉറ്റുനോക്കെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഒരു സംശയമായി ചോദിക്കുകയാണ്, ഈ അയോധ്യയിലെ വൻ കൊള്ള നടന്നല്ലോ, സ്വർണ്ണക്കൊള്ള, അതിൽ രാഹുൽ ഗാന്ധി ഇതുവരെ എന്തെങ്കിലും മിണ്ടിയോ? രാഹുൽ ഗാന്ധി മിണ്ടിയിരിക്കാൻ മിണ്ടിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്ന് സ്വർണം കട്ടവൻ ആരപ്പ എന്ന് മുറി മലയാളത്തിൽ അദ്ദേഹം പാടിയതാണ്. എന്നിട്ട് അയോധ്യയിൽ ആരാ കട്ടതെന്ന് ഇതുവരെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ബൈറ്റായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ പാർട്ടി നേതാക്കളാണ് അജയ് റായിയൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത്. അജയ് റായി അറസ്റ്റ് ചെയ്തു. അവരുടെ PCC പ്രസിഡന്റാണ്. വീട്ടുതടങ്കലിലായി ഹോട്ടലിൽ. പക്ഷേ എന്നാലും സമുന്നതനായ ഒരു നേതാവെന്ന നിലക്ക് ഇദ്ദേഹം അക്കാര്യത്തിൽ ഒരു കമന്റ് ചെയ്യാത്തത് ഞാനും സാഗൂതം വീക്ഷിക്കുകയാണ്. ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തീർച്ചയായും സനീഷേട്ടൻ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ആലോചിക്കുന്നത്. ഇക്കാര്യത്തിലും അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടാവും എന്നുള്ളത് വരും ദിവസം കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഈ വാർത്ത വന്നപ്പം സ്വപ്നതുല്യമായ ഒരു നിക്ഷേപം വരുന്നു, കേരളത്തിന് വലിയ രീതിയിൽ വലിയ അവസരങ്ങളുടെ ഒരു വാതിൽ തുറക്കുന്നു, കേരളത്തിനും മാത്രമല്ല വിഴിഞ്ഞത്തിനും, ആ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെ സംബന്ധിച്ചു. പക്ഷേ ആകെ മൊത്തം ഒരു ആശയക്കുഴപ്പമുണ്ട് ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇപ്പോൾ ദേശാഭിമാനി ഇതിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ ദേശാഭിമാനി എഴുതിയത് വെച്ചാണെങ്കിൽ നിലവിൽ ഈ പ്രതിപക്ഷം പറഞ്ഞ ആശങ്കയുണ്ടല്ലോ, ഇവിടെ ഒരു മോണോപ്പൊളി വരും, കുത്തകയാകും എന്നുള്ളത്. പക്ഷെ അങ്ങനെയെങ്കിൽ അതിന് വിത്തിട്ടത് ആ സർക്കാരാണ് എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം അതിൽ വൃത്തിയായി എഴുതിയിട്ടുണ്ട്, ഇടത് സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSc പങ്കെടുത്തിരുന്നു എന്നുള്ളത് അതിൽ കൃത്യമായി ഒരു വരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയാണ് ഇത് ഇടത് സർക്കാരിന് കൂടിയുള്ള അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായി വന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണല്ലോ അവർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കതൊരു സെൽഫ് ഗോളായി തന്നെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കയുടെ മുന കൂടി ഓടിക്കുന്നതാണ് സത്യത്തിൽ ഇന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ അപ്പോഴും MSc എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ കോൺക്ലേവ് നടത്തിയാൽ പോലും MSc പോലുള്ളൊരു കുത്തക അത് ഇത്രയും വലിയൊരു ഓഹരിക്ക് അവകാശിയായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിൽ ഇവരാരും വിചാരിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. MSc ആയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. മറ്റേതെങ്കിലും കമ്പനികളോ പൊതുമേഖല കമ്പനികളോ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ഇത്രയധികം ആദി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MSc ഈ മേഖലയിലെ ഏറ്റവും വലിയ വമ്പന്മാരാണ്, ഏറ്റവും വലിയ കുത്തകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇവിടെയുള്ളവരുടെ അവസരങ്ങൾ, ഇതൊരു മൾട്ടി ഓപ്പറേറ്റേഴ്സ് പോർട്ടായിട്ടാണല്ലോ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ഈ കാര്യത്തിലൊരു ദീർഘവീക്ഷണം ഈ പദ്ധതിയുമായി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കാണുന്നത്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതാണെങ്കിലും ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഇവിടുത്തെ വിഴിഞ്ഞത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങൾ, ആശങ്കയുള്ള 5 കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ MScയിൽ അത് തട്ടി നിൽക്കുമോ എന്നുള്ള വലിയ ആശങ്കയാണുള്ളത്. കാരണം ബാക്കിയുള്ളവരുടെ അവസരം MSc കവരുമോ? ഇവിടെയുള്ളവരുടെ ആരെങ്കിലും ചരക്ക് നീക്കത്തിന് പോകുമ്പോൾ MScയുടെ കപ്പലുകൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരികയും അവരാവശ്യപ്പെടുന്ന റേറ്റിന് തന്നെ അതിൽ സമ്മതിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു നിർബന്ധിത സാഹചര്യം അവിടെ വരുമോ എന്നുള്ളതാണല്ലോ ആശങ്ക. അപ്പോൾ MSc ആണ് ഒരു പ്രശ്നം. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം ഈ ഉടമസ്ഥാവകാശം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട. പക്ഷേ സനിച്ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 49% എന്നുള്ളത് ഇത് ആകെയിൽ നിന്നല്ല, പക്ഷേ അദാനിയുടെ മാത്രം 49% നിന്നുള്ളതാണ്. അതിൽ നിന്ന് അതൊരു 100ആയി പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 49% കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് അടിസ്ഥാനമായി വരുന്ന 25%, അല്ലേ? അതിലും കുറവേ വരുന്നുള്ളൂ. അങ്ങനെയല്ല. അതായത് ഇതിനകത്ത് തന്നെയും ഈ കമ്പനിയുടെ കൈവശം ഈ വിഴിഞ്ഞം പോർട്ടിന്റെ 29% ഉള്ളതെന്ന് കരുതുക. അത് 100ആയിട്ട് പരിഗണിച്ചാൽ അതിന് 49% മറ്റവർ വാങ്ങിയിരിക്കുന്നു. അത് തന്നെ 25%. അതായത് ആ കമ്പനിയാണല്ലോ, ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ 25% കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, അവരുടെ കയ്യിലെ ഷെയറിൻ്റെ 25% കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് ഇവരെ അറിയിക്കണം, സർക്കാരിനെ അറിയിക്കണം. അതായത് നമ്മളൊരു കാര്യത്തിൽ ഒരു കമ്പനിയായിട്ട് നിന്ന് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് അത് നമ്മളെ ആ കമ്പനിയാണ്. പക്ഷേ ഇപ്പം ഞാൻ മാറിയിട്ട് ശ്യാമിനെയാണ് അതിൻ്റെ മുതലാളിയായിട്ട് വരുന്നതെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം എന്താണ് അതിൻ്റെ ചട്ടം. ഇതിൻ്റെ പ്രോട്ടോക്കോളുകൾ അത് അറിയിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആദ്യം RBI, പിന്നെ SEBI, പിന്നീട് 3ാം ഘട്ടത്തിൽ ഏതാണോ ആ സംസ്ഥാന സർക്കാർ ഉള്ളത് അതിനെ അറിയിച്ചാൽ മതി എന്നും സംസാരിക്കുന്നവർ പറയുന്നു എന്നുള്ളതും കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതെ, അപ്പോൾ അവരെന്തും ഒളിച്ചു കടത്തുന്നില്ല ഇതിലൂടെ. അതായത് അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇതിലൂടെ ഒന്നും അവരും ഒളിച്ചു കടത്തുന്നില്ല എന്ന നിലയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രശ്നം വരുന്നത് MScയിലാണ് എല്ലാവരും. ഇതിനകത്ത് ഈ NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കാര്യം ഡീല് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അദാനി പോർട്സ് നടത്തിയപ്പോൾ അതിനകത്ത് APSC എന്ന് വെച്ചാൽ അദാനി പോർട്ട് ആൻഡ് സംഗതി ആൻഡ് MSc ഗ്രൂപ്പ്സ് ടെർമിനൽ ആം TIL എന്ന് പറയുന്ന പ്രത്യേക ആമാണല്ലോ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്, നേരെ MSc അല്ല.
announced definitive agreement under which TIL will invest for 49% interest in AVVPL, അതാണ് ഈ വിഴിഞ്ഞം പോർട്ട്. അതിനകത്തേക്ക് 49%. ദി ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽസ് ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് അവിടെയൊക്കെ അനൗൺസ് ചെയ്യുന്നത് ഈ റെഗുലേറ്ററി അപ്രൂവൽസ് കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെയാണ്. അപ്പോൾ അത് ഇനിയും എടുത്താൽ മതി എന്നാണ് അതിനർത്ഥം. അതായത് ആ തരത്തിലുള്ള ലീഗലായുള്ള ഒരു പ്രശ്നമൊന്നും അവർക്ക് മുന്നിലില്ല, അവർക്ക് മുന്നിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് എത്രമാത്രം ഇതിൽ ഒരു കരാർ ബ്രീച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് അത് അങ്ങനെ പറ്റില്ല. അതിപ്പോൾ ഒരു നയപരമായ ഒരു തീരുമാനം ഞങ്ങൾ ഇതിൽ കൈക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ഇതിലൊരു കരാർ ബ്രീച്ചിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നതേ ഇല്ല. അതായത് കരാർ ലംഘനത്തിൻ്റെ ഒരു കാര്യം വരുന്നേ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി നിലവിൽ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ നമുക്കങ്ങനെ അവലോകനം ചെയ്യുമ്പോഴോ നമുക്കങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു പോയിന്റ് എവിടെയും കിട്ടുന്നില്ല. പക്ഷേ ഈ ആശങ്കയായി തന്നെ നിൽക്കും. പിന്നെ നേരത്തെ ഈ സുരക്ഷയുടെ കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതുണ്ടായി. ഈ കുത്തകകൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് മൊത്തത്തിലുള്ള ഒരു സുരക്ഷയെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ആ ആശങ്കയൊക്കെ അതേപടി ഭരണപക്ഷവും കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ട് നിലവിൽ ആ കാര്യത്തിലൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. കാരണം വിഴിഞ്ഞമാണ്, ഇതൊരു സംസ്ഥാന താല്പര്യമാണല്ലോ നിലവിൽ ഇതിൽ ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ ഒരേ സ്വരമായതുകൊണ്ട് തീർച്ചയായും ഇത് ഇരുവരും ചേർന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അല്ലാതെ ഈ കാര്യത്തിൽ ഒരു ഏകപക്ഷീയമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു കടത്തലോ ഉണ്ടെന്നോ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാനും പ്രാഥമിക മനസ്സിലാക്കി. ഇതൊരു വിദ്യാർത്ഥിയായി മാത്രമേ നിലവിൽ ഈ കാര്യത്തിൽ സമീപിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അവൈലബിളായി. ഇപ്പം നമുക്കിടയിലുള്ള സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കാണെങ്കിൽ പോലും ഇതിലൊരു പ്രശ്നങ്ങളുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇത് വന്ന് ഭവിക്കുന്നത്. ഇതിപ്പം പ്രതിപക്ഷത്തിരിക്കുന്നവർക്കാണെങ്കിലും ബാലഗോപാൽ അടക്കമുള്ളവർ പറയുന്നതാണ്, ഇത് സംസ്ഥാനത്തെ മൂന്നാമതും അറിയിച്ചാലും മതി എന്ന നിലയ്ക്ക്. അതായത് സെബിയിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം സനീഷേട്ടൻ വായിച്ചതാണല്ലോ, അപ്പോൾ ഇതിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇരു കൂട്ടർക്കും ഇതിൽ സംസ്ഥാന താല്പര്യം മാത്രമാണ് മുഖ്യ പരിഗണന എന്നുള്ളതാണ്. അതിൽ പക്ഷേ ദേശാഭിമാനി മാത്രമാണ് ഒറ്റപ്പെട്ടു പോയത് എന്നുള്ളത്.